കുഞ്ഞുവാവെ തൊടല്ലേ, ഇനി വന്നേ. നല്ല കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണം. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ മേനു. താങ്ക്സ്. മോള് നല്ല കളിയാണല്ലോ. ഡാഡി, ആന്റിക്ക് അങ്കിളിന് ചോക്ലേറ്റ് കൊടുക്കണ്ടേ? മോളൊന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല, കുഞ്ഞുവാവ ഇട്ടേച്ച് എങ്ങനെയാ ക്ലാസ്സിൽ പോകുന്നത്? അല്ലേ ഡാഡി? ഇനി മടിയിലിരുത്താനേ ഡാഡിക്കും മമ്മിക്കും കുഞ്ഞുവാവ ഇട്. ഇപ്പോഴേ മടി നിറയിക്കോ. നേരാ. ഇനി ഡാഡിക്കും മമ്മിക്കും ശ്രീമോളെ വേണ്ട, കുഞ്ഞുവാവെ മതി. ഇനി ശ്രീമോളെ മമ്മിയുടെ കൂടെ കിടത്തത്തുമില്ല. സിമന്റ് മോഷണം പോയിട്ടുണ്ട് കൂട്ടപ്പാ. 120. ശരിയാണോടോ സത്യശീല? എനിക്കൊരു ബുദ്ധിമോശം പറ്റിപ്പോയതാ. ബുദ്ധിമോശമല്ല, സത്യദോഷം. ശരിയല്ലേ? ഞാൻ തന്നെ എന്താ ചെയ്യേണ്ടത്? പിരിച്ചുവിടണം. മോഷണ കുറ്റത്തിന് പോലീസിൽ ഏൽപ്പിച്ചാലോ? അയ്യോ, ചതിക്കല്ലേ സാറേ. കൈ കിട്ടിയ അവരെന്നെ സിമന്റ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചു കളയും. ഏതായാലും തന്നെ ഞാൻ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം രക്ഷിക്കും. എന്നെ അത് മനസ്സിരിക്കട്ടെ. എന്ത് കണ്ടീഷനിലാ ജോലി തുടരേണ്ടെന്നറിയാം? അറിയില്ലേ? താൻ മോഷ്ടിച്ചെടുത്ത 120 ചാക്ക് സിമന്റിന്റെ വില തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ഒന്നിച്ചല്ല, പല ഗഡുക്കളായിട്ട്. എന്തു പറയുന്നു? സാറിന്റെ ഇഷ്ടം. ഒരു നിബന്ധന കൂടി പറഞ്ഞാട്ടെ. തന്റെ പേര് ഞാൻ മാറ്റി. സത്യദോഷി എന്നായിരിക്കും. ആ, കറക്റ്റ്. എടാ സത്യദോഷി, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? സത്യദോഷി സാറേ, നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് അനുഭവിച്ചോ. അനുഭവിച്ചോ? ഇപ്പോ മോളെ കാപ്പി അവിടെ വച്ചേക്കല്ലേ അമ്മേ? മോളെ മാറി നിൽക്ക്, കുഞ്ഞുവാവയുടെ മേത്ത് മുട്ടും. തൊടുകയാണോ? നീ മുട്ടിയാ കുഞ്ഞിനെ വേദനിക്കില്ലേ? കുഞ്ഞുവിനെ ഛർദിച്ചോ? ഇല്ല, ഉച്ച കഴിഞ്ഞ് മരുന്ന് കൊടുത്തു. കുഞ്ഞുങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്നതാ, പേടിക്കണ്ട. മോളെ വിളിച്ചോണ്ട് കാപ്പി കൊടുക്കൂ. മോളെ, ഇനി കുറെ ദിവസത്തേക്ക് മോള് ഡാഡിയുടെ കൂടെ. മമ്മിയും കൊച്ചുവാവേ ഈ മുറിയില്. നോ, ഡാഡിയുടെ കൂടെ കിടന്നാ മതി. നോക്ക്, രാത്രി ഹോംവർക്ക് ഒക്കെ ചെയ്തേച്ച് അത്താഴം ഉണ്ടേച്ച് നമുക്ക് കെട്ടിപ്പിടിച്ചേർന്ന് തുടങ്ങാം. അവളുടെ കൂടെ കിടന്നോട്ടെ. അത് വേണ്ട. ഉറക്കത്തിൽ അവളുടെ കയ്യോ കാലോ കുഞ്ഞിന്റെ മേത്ത് മുട്ടിയാലോ? മോളെ വരാൻ വരാനാ വരാൻ. ഇനി മടിയിലിരുത്താനേ ഡാഡിക്കും മമ്മിക്കും കുഞ്ഞുവാവ ഇട്. ഇപ്പോഴേ മടി നിറയിക്കോ. നേരാ. ഇനി ഡാഡിക്കും മമ്മിക്കും ശ്രീമോളെ വേണ്ട, കുഞ്ഞുവാവെ മതി. ഇനി ശ്രീമോളെ മമ്മിയുടെ കൂടെ കിടത്തത്തുമില്ല. നീ എന്തായി കാണിച്ചത്? കുഞ്ഞു മടിയിലിരിക്കുന്ന കണ്ടില്ലേ? കല്യാണിയോട് പറ, അവരിട്ടു തരും. മമ്മിയുടെ കൈ കുഞ്ഞുവാവ ഇരിക്കല്ലേ മോളെ? എന്തായി പറയുന്നത്? കുഞ്ഞുവാവെ താഴെ കിടത്താൻ പറ്റുമോ? എന്താ മോളെ വഴക്ക്? ഡാഡി ഇട്ട് തരാം. വാശി പിടിക്കരുത്, അടി വാങ്ങിക്കും. സ്കൂളിൽ പോയ സമയമായി, അവിടെ ഇരിക്കെ. പിന്നെ വരുമ്പോ 2 മീറ്റർ പ്ലാനിൽ വാങ്ങിക്കൊണ്ടുവരണം. കുഞ്ഞിന് രാത്രിയിൽ ഇടാൻ 2-3 ഉടുപ്പ് വെക്കണം. പൊന്നുമോൾക്ക് രാത്രി തണുക്കുന്നുണ്ടോടി? എന്റെ തങ്കക്കുടത്തിന് അച്ഛൻ വരുമ്പോ ഫ്ലാനലിന്റെ ഉടുപ്പ് തയ്പ്പിച്ചോണ്ട് വരാം. അങ്ങനെ അച്ഛന്റെ മടിയിൽ നിന്നും ചിറ്റമ്മ ധ്രുവനെ ഇറക്കി വിട്ടു. കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്നു. വിവരം കേട്ടപ്പോ അമ്മയ്ക്കും ദുഃഖം തോന്നി. അച്ഛൻ ഒന്നാണെങ്കിലും 2 അമ്മ പെറ്റ മക്കൾ. അതിൽ ഒരു മകനോട് അച്ഛൻ കൂടുതൽ സ്നേഹം കാണിക്കുന്നു. ആ അച്ഛന്റെ സ്നേഹം തനിക്കും കിട്ടാൻ എന്താണ് വഴിയെന്ന് ധ്രുവൻ അമ്മയോട് ചോദിച്ചു. ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ അമ്മ മകനെ ഉപദേശിച്ചു. ധ്രുവൻ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി കാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. ഈശ്വരൻ ധ്രുവന്റെ പ്രാർത്ഥന കേട്ടു.
ധ്രുവനെ ഒരു നക്ഷത്രമാക്കി ആകാശത്ത് പ്രതിഷ്ഠിച്ചു. അതാണ് നാം എന്നും കാണുന്ന ധ്രുവ നക്ഷത്രം. ഈ കഥയിൽ നിന്നും നാം പ്രധാനമായി പഠിക്കുന്ന പാഠം എന്താണെന്നറിയാമോ? പെറ്റമ്മയുടെ സ്നേഹം പോറ്റമ്മയിൽ നിന്നും ഒരിക്കലും കിട്ടില്ല എന്ന്. നിങ്ങൾക്കെല്ലാം അമ്മയുണ്ടല്ലോ. അമ്മയുടെ സ്നേഹത്തിന് നിങ്ങൾ ഓരോ ഉദാഹരണങ്ങൾ പറയൂ. ബിജോ പറയൂ. എന്റെ അമ്മ എന്നും എനിക്ക് കഥ പറഞ്ഞു തരും. റൈറ്റ്. ഇനി ജൂബി പറയൂ. അമ്മയാണ് എന്നെ എന്നും കുളിപ്പിച്ച് മുടി ചീകി തരുന്നത്. സിറ്റ് ഡൗൺ. ശ്രീമോൾ പറയൂ. എനിക്ക് മമ്മിയില്ല. പെറ്റമ്മയുടെ സ്നേഹം പോറ്റമ്മയിൽ നിന്നും ഒരിക്കലും കിട്ടില്ല എന്ന്. സിമോളെ, മോൾ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഡാഡി മമ്മി എന്താ ഇതുവരെ വരാത്തത്? അവര് കുഞ്ഞോടെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവരികയല്ലേ. ഇപ്പൊ വരും. മോളിന്ന് പഠിക്ക്. അവരെന്താ എന്നും കൂടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത്? അതിന് ശ്രീമോൾക്ക് അസുഖമൊന്നുമില്ലല്ലോ ഡോക്ടറെ കാണിക്കാൻ. ഡാഡിക്കും മമ്മിക്കും ഞാൻ വന്നിട്ട് പോയാ മതിയായിരുന്നല്ലോ. കുഞ്ഞുവാവയ്ക്ക് അസുഖമായതുകൊണ്ടല്ലേ അവര് പോയത്. അല്ലേലും കുഞ്ഞുമാവ വന്ന പിന്നെ എന്നോട് ആർക്കും സ്നേഹമില്ല. ആരാ അത് പറഞ്ഞത്? മോളോടല്ലേ എല്ലാവർക്കും സ്നേഹം. സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ തനിച്ചാക്കിട്ട് അവര് പോവോ? ഇപ്പൊ എല്ലാവർക്കും കുഞ്ഞുമാവയ്യ മതി.